ഈ സെഷനിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ CSS കുറിച്ചാണ്. ഇപ്പോൾ CSSന്റെ ഡിഫറെന്റ് സ്റ്റൈൽ ഷീറ്റുകൾ അല്ലെങ്കിൽ ഡിഫറെന്റ് സ്റ്റൈൽസ് അപ്ലൈ ചെയ്യുന്ന മെത്തേഡുകളെ കുറിച്ചാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് CSSന്റെ സെലക്ടേഴ്സ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് സ്റ്റൈൽ ഷീറ്റുകളെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സെലക്ടേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റൈൽസ് HTML എലമെന്റ്സിന് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആദ്യം എങ്ങനെയാണ് സെലക്ടർ ഇടുന്നതെന്ന് നോക്കണം. ഇപ്പൊ സെലക്ടർ നിങ്ങൾക്കറിയാം, സെലക്ടറിന്റെ സിന്റാക്സ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു സെലക്ടർ നെയിം കാണും, പിന്നെ ബ്രേസസിന്റെ ഉള്ളിൽ നമ്മൾ ഒരുപാട് പ്രോപ്പർട്ടീസ് സെമിക്കോളൻ ഇട്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതും. അപ്പൊ നമുക്ക് 3 രീതിയിലുള്ള സെലക്ടേഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇവിടെ എലമെന്റ് സെലക്ടർ ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എലമെന്റ് സെലക്ടർ, രണ്ടാമത്തത് ID സെലക്ടർ, മൂന്നാമത്തത് ക്ലാസ് സെലക്ടർ. അപ്പോൾ എലമെന്റ് സെലക്ടറിൽ നമ്മൾ സെലക്ടറായിട്ട് യൂസ് ചെയ്യുന്നത് HTML ടാഗുകളായിരിക്കും. പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള HTML ടാഗുകളായിരിക്കും കാണുക. അപ്പോൾ നമ്മളൊരു സെലക്ടറിനകത്ത് HTML ടാഗ് നെയിം ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ സെലക്ടർ എന്ന് പറയുന്നത് എലമെന്റ് സെലക്ടർ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം. ഇതിന്റെ ഫസ്റ്റ് എക്സാമ്പിളിന്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ HTMLന്റെ ഏതെങ്കിലും ഒരു പാരഗ്രാഫ് ടാഗ്, നമ്മുടെ ഡോക്യുമെന്റിൽ പാരഗ്രാഫ് ടാഗ് ഉണ്ടെങ്കിൽ അതിന്റെ കളർ റെഡ് ആയിട്ട് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ മീനിങ്. പിന്നെ രണ്ടാമത്തെ കുറച്ചുകൂടെ മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു എലമെന്റ് സെലക്ടർ ആണ് P സ്പേസ് H1 സ്പേസ് A ഫോണ്ട് വെയിറ്റ് ബോൾഡ്. ഇതിന്റെ മീനിങ് എന്താണ്, നമ്മുടെ HTML ഡോക്യുമെന്റിനകത്തുള്ള പാരഗ്രാഫ് ടാഗിന്റെ ഉള്ളിലുള്ള H1 ടാഗിന്റെ അതിന്റെ ഉള്ളിലുള്ള A ടാഗ് എന്ന് വെച്ചാൽ ആങ്കർ ടാഗ്, നമ്മൾ ലിങ്ക്സിന് യൂസ് ചെയ്യുന്നു, അതിന്റെ ഫോണ്ട് വെയിറ്റ് ബോൾഡ് ആക്കുക, അതിനെ ബോൾഡ് ആക്കി മാറ്റുക. ഇതെന്ന് പറയുന്നത് ഒരു പാരന്റ് ചൈൽഡ് റിലേഷൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് ലെവലില് പിയുടെ ഉള്ളിൽ H1 A. അപ്പൊ നമ്മുടെ ബേസിക് ആയിട്ടുള്ള എക്സാമ്പിൾ ആദ്യം പറയുന്നതാണ്. ഇപ്പൊ രണ്ടാമത്തെ സെലക്ടർ എന്ന് പറയുന്ന ID സെലക്ടർ ആണ്. ഇവിടെ നമ്മൾ HTML എലമെന്റ്സിന്റെ IDs യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റൈൽസ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ #ID1 കളർ റെഡ്. അപ്പൊ ഇതിൽ ID1 എന്ന് പറയുന്നതാണ് നമ്മുടെ HTML എലമെന്റ്സിന്റെ ഒരു ID. അപ്പൊ ID1 എന്ന് പറയുന്ന ID ഉള്ള എലമെന്റിനാണ് നമ്മൾ ഈ കളർ റെഡ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുക. അപ്പൊ നമ്മുടെ ID സെലക്ടർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടമുള്ള ഒരു പേര് നിങ്ങൾക്ക് ID ആയിട്ട് കൊടുക്കാൻ പറ്റും. പക്ഷെ അതിനു മുമ്പിൽ ID സെലക്ടറിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ വേണ്ടി, തിരിച്ചറിയാൻ വേണ്ടി നിങ്ങൾ ഹാഷ് എന്ന് പറയുന്ന ഒരു സിമ്പല് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ HTML സെലക്ടറിലെ ഹാഷ് സിമ്പൽ വെച്ചാണ് തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ അതൊരു ID സെലക്ടർ ആണെന്ന് മനസ്സിലാക്കണം. ഇനി നമുക്ക് രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കാം. P#ID2. #ID2 ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി ID2 എന്ന് പറയുന്ന ID ഉള്ള എലമെന്റിനാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന സ്റ്റൈൽ അപ്ലൈ ചെയ്യാൻ ഉള്ളത് എന്നാണ്. P#ID2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്, ID2 എന്ന് പറയുന്ന ID ഉള്ള പാരഗ്രാഫ് എലമെന്റ്സിന് അപ്ലൈ ചെയ്യുക. ഏതെങ്കിലും എലമെന്റിനല്ല. ഇപ്പൊ വേറൊരു എലമെന്റിന് ഒരു ആങ്കർ ടാഗിന് ID2 ഉണ്ടെങ്കിൽ അത് അപ്ലൈ ആവത്തില്ല. നമ്മളെ ഏതെങ്കിലും ഒരു P ടാഗിന് ID2 എന്ന് പറയുന്ന ID ഉണ്ടെങ്കിൽ ഇത് അപ്ലൈ ആകുക എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ID എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മള് ഓരോരുത്തർക്ക് യുണീക്ക് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഓരോ HTML എലമെന്റിലും അത് യുണീക്ക് ആയിരിക്കും. അപ്പൊ ID നമ്മൾ റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്യത്തില്ല. അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ എലമെന്റിന് നമുക്ക് സ്റ്റൈൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിലാണ് നമ്മൾ ID സെലക്ടർ യൂസ് ചെയ്യുന്നത്. തേർഡ് വൺ എന്ന് പറയുന്നത് ക്ലാസ് സെലക്ടർ ആണ്. ക്ലാസ് സെലക്ടറിലും നമുക്ക് ഇഷ്ടമുള്ള ഒരു ക്ലാസ് നെയിം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റൈൽസ് അപ്ലൈ ചെയ്യുന്നത്. ID സെലക്ടറിൽ ID യൂസ് ചെയ്യുന്ന പോലെ ക്ലാസ് സെലക്ടറിൽ നമുക്ക് ക്ലാസ് നെയിംസ് യൂസ് ചെയ്യാം. അപ്പോ ഫസ്റ്റ് .cls1, അതിന്റെ മീനിങ് ഈ CLS1 എന്നുള്ളതാണ് നമ്മുടെ ക്ലാസ് നെയിം. അപ്പൊ ID സെലക്ടറും ക്ലാസ് സെലക്ടറും ആയിട്ട് തിരിച്ചറിയാൻ വേണ്ടിയാണ് നമ്മൾ ID സെലക്ടറിൽ ആദ്യം ഹാഷ് സിമ്പിൾ കൊടുക്കും, ക്ലാസ് സെലക്ടർ ആണെങ്കിൽ അവിടെ ഡോട്ട് സിമ്പിൾ നമ്മൾ കൊടുക്കും. ഇതിന്റെ മീനിങ് എന്താണ്, CLS1 എന്ന് പറയുന്ന ക്ലാസ് നെയിം യൂസ് ചെയ്തിരിക്കുന്ന എലമെന്റിന് കളർ റെഡ് ആയിട്ട് സെറ്റ് ചെയ്യുക. P.CLS1 അതിന്റെ മീനിങ് എന്താണ്, CLS1 എന്ന് പറയുന്ന ക്ലാസ് നെയിം ഉപയോഗിച്ചിരിക്കുന്ന P എലമെന്റ്സുകൾക്കെല്ലാം എന്ത് ചെയ്യുക, ഈ സ്റ്റൈല് ഫോണ്ട് സൈസ് എന്ന് പറയുന്നത് 13 പിക്സൽ ആയിട്ട് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഡോട്ടും സ്പേസും കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, സ്പേസ് കാണുമ്പോൾ പാരന്റ് ചൈൽഡ് റിലേഷൻ ആണ്. അപ്പൊ നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നിങ്ങൾ നോക്കിയേ, P സ്പേസ് H1 സ്പേസ് A.CLS2. ഇതിന്റെ മീനിങ് എന്താണ്, Pയുടെ ചൈൽഡ് ആയിട്ട് വരുന്ന P ടാഗിന്റെ ഉള്ളിലുള്ള H1ന് ആ H1ന്റെ ഉള്ളിലുള്ള A ടാഗിന്റെ
ഏതെങ്കിലും എ ടാഗിന്റെ ക്ലാസ് നെയിം CLS2 ആണെങ്കിൽ നമ്മൾ ഈ സ്റ്റൈൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ സെലക്ടേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റൈൽസ് എഴുതുന്നത്. അപ്പൊ ഇനി നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ ഞാൻ കാണിക്കാം. ഇപ്പൊ നമ്മൾ HTML ഫയലിനകത്ത് ഇങ്ങനെ ഒരു സെന്റൻസ് എഴുതാണ്, ഇങ്ങനെ ഒരു ടാഗ് യൂസ് ചെയ്യാം, p സംതിങ് സ്ലാഷ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഈ ഇങ്ങനെ ഒരു എലമെന്റ് സെലക്ടറിന്റെ സ്റ്റൈൽ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റൈല് അപ്ലൈ ആകും. ഈ വേർഡ് എന്ന് പറയുന്നത് റെഡ് കളറിൽ വരും. ഈ ഒരു സ്റ്റൈൽ അപ്ലൈ ആവണമെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? p എഴുതി, പിക്കകത്ത് നമുക്ക് എന്ത് വേണം? ഒരു p എഴുതി, നമുക്ക് അതിനകത്ത് എന്തെങ്കിലും ഡോക്യുമെന്റ് ഉണ്ട്, അതിനുള്ളിൽ ഒരു h1 ടാഗ് ഉണ്ടാവും, അവിടെ എന്തെങ്കിലും ഡോക്യുമെന്റ് ഉണ്ട്, അവിടെയും h1 ക്ലോസ് ചെയ്തു, ഇതിന്റെ ഉള്ളിൽ ഒരു a ടാഗ് ഉണ്ട്. അപ്പൊ ഈ DFG ഇതിലായിരിക്കും നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന സ്റ്റൈല് അപ്ലൈ ആവും. ഇനി ID സെലക്ടർ ആണ് അപ്ലൈ ചെയ്യിക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കൊരു p ടാഗ് ഞാൻ എഴുതി, അതിന്റെ പ്രോപ്പർട്ടി ആയ ID ഈക്വൽ ടു ID1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഈ സ്റ്റൈല് അപ്ലൈ ആക്കാൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മൾ ഈ ID1 എന്ന് പറയുന്ന ID ഉള്ള എലമെന്റിന് അപ്ലൈ ആവും. നമുക്കൊരു ക്ലാസിന്റെ കാര്യം, ക്ലാസ് സെലക്ടറിന്റെ ഒരു എക്സാമ്പിൾ ഇവിടെ നോക്കാം. എന്റെ HTML-നകത്ത് ഞാൻ ക്ലാസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി CLS1 എന്ന് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതും ഈ ക്ലാസ് നെയിമും ഈ ക്ലാസിന്റെ പ്രോപ്പർട്ടിയും ഈ p ടാഗിന് അപ്ലൈ ആവും. ഇങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇത് നമ്മുടെ CSS സ്റ്റൈല് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ്. ഇത് നമ്മളെ ആ CSS സ്റ്റൈല് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുമാണ്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ സെലക്ടേഴ്സ് എഴുതാന്ന് മനസ്സിലായി. ഇനി നമുക്ക് എങ്ങനെ അത് അപ്ലൈ ചെയ്യിക്കാന്നുള്ള കാര്യം, ഇപ്പൊ ജസ്റ്റ് ഒരു റഫ് ഐഡിയ കിട്ടി കാരണം നമുക്ക് 3 രീതിയിൽ നമുക്ക് സ്റ്റൈൽസ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിനാണ് നമ്മൾ 3 ടൈപ്പ് സ്റ്റൈൽ ഷീറ്റ്സ് ആണ് അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഇൻലൈൻ സ്റ്റൈൽ ഷീറ്റ്സ് ആണ്, അല്ലെങ്കിൽ ഇൻലൈൻ സ്റ്റൈൽസ് എന്നും പറയാം. രണ്ടാമത്തത് ഇന്റേണൽ അല്ലെങ്കിൽ എംബഡഡ് സ്റ്റൈൽ ഷീറ്റ്സ് എന്ന് പറയും. മൂന്നാമത്തത് എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ്. അപ്പൊ ഈ 3 ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് HTML എലമെന്റ്സിന് സ്റ്റൈൽസ് അപ്ലൈ ചെയ്യാൻ പറ്റും യൂസിങ് സെലക്ടേഴ്സ്. അപ്പൊ ഇൻലൈൻ സ്റ്റൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻ അപ്ലൈ ടു എ പർട്ടിക്കുലർ HTML എലമെന്റ്. ചെയ്യാൻ നമുക്ക് ഏതെങ്കിലും പർട്ടിക്കുലർ HTML എലമെന്റിന് മാത്രം സ്റ്റൈൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഇൻലൈൻ സ്റ്റൈൽസ് യൂസ് ചെയ്യുന്നത്. വേറെ ഒരു എലമെന്റിനും ഈ ഒരു സ്റ്റൈല് നമ്മൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു സിംഗിൾ എലമെന്റിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇൻലൈൻ സ്റ്റൈൽസ് ആയിരിക്കണം നമ്മൾ അവിടെ ചൂസ് ചെയ്യേണ്ടത്. രണ്ടാമത് ഇന്റേണൽ സ്റ്റൈൽ ഷീറ്റ്സ് അല്ലെങ്കിൽ ഇന്റേണൽ സ്റ്റൈൽസ് അല്ലെങ്കിൽ എംബഡഡ് സ്റ്റൈൽ ഷീറ്റ്സ് അല്ലെങ്കിൽ എംബഡഡ് സ്റ്റൈൽസ് എങ്ങനെ വേണമെങ്കിലും പറയാം. Can apply to a particular HTML element within a web page. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നിൽ കൂടുതൽ HTML എലമെന്റിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിന്റെ എവിടെയുള്ള നമ്മുടെ ഒരു സിംഗിൾ ഡോക്യുമെന്റിനകത്തുള്ള മൾട്ടിപ്പിൾ HTML എലമെന്റ്സിന് നമുക്കൊരു സെയിം സ്റ്റൈൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇന്റേണൽ സ്റ്റൈൽ ഷീറ്റ്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. മൂന്നാമത്തെ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ്സ് ആണ്. എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we can apply to an HTML element within multiple web pages. ഇപ്പൊ നമുക്ക് ഒരു സെയിം സ്റ്റൈൽ തന്നെ മൾട്ടിപ്പിൾ വെബ് പേജസിലുള്ള മൾട്ടിപ്പിൾ HTML പേജിലുള്ള എലമെന്റ്സിന് കൊടുക്കണം. കോമൺ ആയിട്ടുള്ള ഒരു സ്റ്റൈൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ്സ് ആയിരിക്കും യൂസ് ചെയ്യുക. അപ്പോൾ നമ്മളെ ഒരു പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റൈൽ ഷീറ്റ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ് ആണ്. കാരണം നമ്മൾ അതൊരു സെപ്പറേറ്റ് ഫയലിലാണ് എഴുതുക. അപ്പൊ നമ്മുടെ HTML കോഡും CSS കോഡുമായിട്ട് കൂടുതൽ മിക്സപ്പ് ആവത്തില്ല. ഡിസൈനേഴ്സിന് അത് മാത്രം എഡിറ്റ് ചെയ്താൽ മതിയായിരിക്കും. നമ്മുടെ HTML-നെ മോഡിഫൈ ചെയ്യേണ്ട ആവശ്യം അവിടെ ഉണ്ടാകത്തില്ല. അപ്പോൾ ഏറ്റവും പ്രിഫർ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളൊരു വെബ്സൈറ്റ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ്സ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. നമുക്കൊരു സിംഗിൾ പേജിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്റേണൽ സ്റ്റൈൽ ഷീറ്റ് യൂസ് ചെയ്യും. സിംഗിൾ എലമെന്റിലാണെങ്കിൽ ഇൻലൈൻ സ്റ്റൈൽസ് യൂസ് ചെയ്യും.
ഇനി നമുക്ക് ഇത് എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ള കാര്യം ഞാനൊരു ഡെമോൺസ്ട്രേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ പറഞ്ഞുതരാം. ഇപ്പൊ ഞാനൊരു ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്തു. അതിനെ ഞാൻ സേവ് ചെയ്യാൻ പോവാണ്. ഞാൻ test.html എന്ന് കൊടുത്തു. എന്റെ ഫയൽ ടൈപ്പ് HTML ആക്കി സേവ് ചെയ്തു. അപ്പൊ നമുക്കൊരു കുറച്ച് ഡോക്യുമെന്റ് ചെയ്യാം. ഞാൻ HTML ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഡോക്യുമെന്റ്, സാമ്പിൾ ഡോക്യുമെന്റ് എടുത്തു. അത് ഞാൻ സേവ് ചെയ്തു. ഇത് നിങ്ങൾ HTML സ്ട്രക്ചർ ചെയ്യാം. ഫസ്റ്റ് ഡോക് ടൈപ്പ് നമ്മൾ സ്പെസിഫൈ ചെയ്യണം. ഡോക് ടൈപ്പ് HTML എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് ഇത് HTML5 ഡോക്യുമെന്റ് ആണെന്നാണ്. പിന്നെ അതിൽ ഹെഡ് ഉണ്ടാവും. ഹെഡിനകത്ത് ടൈറ്റിൽ ഞാൻ കൊടുത്തു. ബോഡിക്കകത്ത് ഞാൻ പി ടാഗ് എഴുതി. പി ടാഗിനകത്ത് ഞാൻ കുറച്ച് ഡോക്യുമെന്റ്സ് റാൻഡമായിട്ട് ടെസ്റ്റ് ഡോക്യുമെന്റ്സ് പ്ലേസ് ചെയ്തു. ഇനി നമുക്ക് ഇതിനകത്ത് നമുക്ക് ഓരോ സ്റ്റൈൽസ് എങ്ങനെ അപ്ലൈ ചെയ്യും എന്നുള്ള കാര്യമാണ് നോക്കേണ്ടത്. അപ്പൊ നമുക്ക് test.html ഞാൻ ഡെസ്ക്ടോപ്പിൽ സ്റ്റഡി എന്ന് പറയുന്ന ഫോൾഡറിനകത്താണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ജസ്റ്റ് ഫയർഫോക്സിനകത്ത് ഓപ്പൺ ചെയ്തപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടി. ഇപ്പൊ ഇതിൽ പ്രത്യേകിച്ച് സ്റ്റൈലുകളൊന്നുമില്ല. നമ്മൾ കൊടുത്ത ഡോക്യുമെന്റ് അതുപോലെ ഡിസ്പ്ലേ ചെയ്തു. നമുക്ക് ഇതിൽ ഓരോ സ്റ്റൈൽസ് ആയിട്ട് അപ്ലൈ ചെയ്ത് നോക്കാം. ഞാൻ ആദ്യം അപ്ലൈ ചെയ്യാൻ പോകുന്നത് നമുക്ക് എങ്ങനെ ഒരു ഇൻലൈൻ സ്റ്റൈൽ അപ്ലൈ ചെയ്യാം. ഇൻലൈൻ സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ആ ഡോക്യുമെന്റ് ആ HTML എലമെന്റിന്റെ കൂടെ ഒരു പർട്ടിക്കുലർ എലമെന്റിന് മാത്രം ഞാൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഞാനിപ്പോ ഈ പി ടാഗിന് മാത്രം, ഈ പി എന്ന് പറയുന്ന HTML എലമെന്റിന് മാത്രം അപ്ലൈ ചെയ്യാൻ പോവാണ്. അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ആണ് യൂസ് ചെയ്യേണ്ടത്. സ്റ്റൈൽ ഈക്വൽ ടു കോഡ്സ് കൊടുക്കുക. കോഡ്സിനകത്ത് നമ്മൾ കൊടുക്കേണ്ട പ്രോപ്പർട്ടീസ് 1 by 1 ആയിട്ട് കൊടുക്കുക. കളർ ഞാൻ റെഡ് എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്തു. ഫോണ്ട് സൈസ് 20 പിക്സൽസ് എന്ന് സെറ്റ് ചെയ്തു. നമുക്ക് ജസ്റ്റ് നോക്കാം. ഇത് ഞാൻ സേവ് ചെയ്തു. ഞാൻ ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പേജ് ഒന്ന് റീലോഡ് ചെയ്തു. ഓക്കെ, നമ്മുടെ സ്റ്റൈല് അപ്ലൈ ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഇൻലൈൻ സ്റ്റൈല് അപ്ലൈ ചെയ്യുക. നമുക്ക് ജസ്റ്റ് ഒരു ബോർഡർ കൊടുത്തു നോക്കാം. ബോർഡർ സ്റ്റൈൽ ഡോട്ടഡ് ബോർഡർ വിഡ്ത്ത് 4 പിക്സൽ ബോർഡർ കളർ ഗ്രീൻ. ഇത്രയും കാര്യങ്ങൾ ഞാൻ കൊടുത്തു. ബോർഡറിന്റെ 3 പ്രോപ്പർട്ടി, ബോർഡറിന്റെ സ്റ്റൈൽ എങ്ങനെയാണ്, ഡോട്ടഡ് ഇങ്ങനെയുള്ള കുറെ ഉണ്ട്, സോളിഡ്, ഡോട്ടഡ് ഇങ്ങനെ ഒരുപാട് സ്റ്റൈൽസ് ഉണ്ട്. പിന്നെ വിഡ്ത്ത് ഞാൻ 4 പിക്സൽ കൊടുത്തു, ബോർഡറിന്റെ കളർ ഗ്രീനും കൊടുത്തു. അപ്പൊ നമ്മൾ രണ്ട് ആട്രിബ്യൂട്ടിന്റെ നെയിമിൽ 2 വേർഡ്സ് ഉണ്ട്, ബോർഡർ, വിഡ്ത്ത്. അപ്പൊ നിങ്ങൾ എപ്പോഴും ഐഫൺ ആണ് യൂസ് ചെയ്യുന്നത്, അതൊരു സ്റ്റാൻഡേർഡ് ആണ്. അണ്ടർസ്കോറോ സ്പേസോ ഒന്നും യൂസ് ചെയ്യരുത്. നമുക്ക് ആ പേജിൽ നിന്ന് റീലോഡ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ കൊടുത്ത സ്റ്റൈലെല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ട്. കൊടുത്ത സ്റ്റൈൽസ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ബോർഡർ വന്നിട്ടുണ്ട്. ബോർഡറിന്റെ വിഡ്ത്ത് 4 പിക്സൽ ഉണ്ട്. ഡോട്ടഡ് ആയിട്ടുള്ള ബോർഡർ ആണ്. കളർ ഗ്രീൻ കളർ. ഇത്രയും കാര്യങ്ങൾ വന്നു. ഇങ്ങനെയാണ് നമ്മളൊരു ഇൻലൈൻ സ്റ്റൈൽ അപ്ലൈ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ സെയിം കാര്യം തന്നെ നമുക്കൊരു ഇന്റേണൽ സ്റ്റൈൽ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ ഇന്റേണൽ സ്റ്റൈൽ അല്ലെങ്കിൽ എംബഡേഡ് സ്റ്റൈൽ ഷീറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ഡോക്യുമെന്റിൽ മാത്രം അപ്ലൈ ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതില് ഈ സ്റ്റൈൽസ് എഴുതേണ്ടത്, ഇവിടെ നമ്മളൊരു സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് യൂസ് ചെയ്ത് എലമെന്റിന്റെ കൂടെ തന്നെ എഴുതി. ഇന്റേണൽ സ്റ്റൈൽസ് നമ്മൾ എഴുതേണ്ടത് നമ്മുടെ HTML ഡോക്യുമെന്റിന്റെ ഹെഡ് പോർഷനിലാണ്. അവിടെ നിങ്ങൾ സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ടാഗ് യൂസ് ചെയ്യുക. സ്റ്റൈൽ ഓപ്പൺ, സ്റ്റൈൽ ക്ലോസ്. ഇതിന്റെ ഉള്ളിലായിരിക്കണം നമ്മൾ എഴുതേണ്ടത്. ഇവിടെ ഒരു ആട്രിബ്യൂട്ട് സ്പെസിഫൈ, സ്റ്റൈലിന്റെ ടൈപ്പ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ഓർ CSS. ഇതെന്ത് സ്റ്റൈൽ ആണെന്ന് അറിയാൻ വേണ്ടി സ്റ്റൈലിന്റെ ഒരു ആട്രിബ്യൂട്ട് നമ്മൾ കൊടുക്കണം.
ഇപ്പം ഞാൻ ഇത്രയും പ്രോപ്പർട്ടീസ് ഇവിടെ നിന്ന് കോപ്പി ചെയ്തെടുത്തു. നമ്മൾ ഈ സെയിം പ്രോപ്പർട്ടീസ് ഒരിക്കലും മാറുന്നില്ല, അപ്ലൈ ചെയ്യുന്ന രീതി മാത്രമാണ് മാറുന്നത്. നമ്മൾ ഇൻലൈൻ അല്ല, അതുകൊണ്ട് ഇന്റേണലാണ്, സ്റ്റൈൽ ആട്രിബ്യൂട്ടിന്റെ ആവശ്യമില്ല. ഞാൻ ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്തു. ഞാനൊരു സെലക്ടർ യൂസ് ചെയ്യാം. ഞാനൊരു ID സെലക്ടർ ആണ് ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ അതുകൊണ്ട് അതിനൊരു ഹാഷ് കൊടുത്തു. ഹാഷ് മൈ ID കൊടുത്തു. സ്റ്റൈൽസ് എഴുതാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ഇതെല്ലാം ഒരു ബ്രേസസിനകത്ത് കൊടുത്തു. ഇതിന്റെ മീനിങ് എന്താണ്? മൈ ID എന്ന് പറയുന്ന ID ഉള്ള ഡോക്യുമെന്റ്സിന് ID ഉള്ള HTML എലമെന്റിന് ഈ സ്റ്റൈൽസ് അപ്ലൈ ചെയ്യുക. നമ്മൾ നേരത്തെ വെച്ച പേജ് ഒന്ന് റീലോഡ് ചെയ്ത് നോക്കാം. ഇല്ല, സ്റ്റൈല് പോയി. കാരണം എന്താണ്, നമ്മൾ ഇൻലൈൻ സ്റ്റൈല് റീപ്ലേസ് ചെയ്തു, ഇന്റേണൽ സ്റ്റൈൽ നമ്മൾ അപ്ലൈ ചെയ്തില്ല. അപ്പോൾ നമുക്ക് ഈ സ്റ്റൈൽ ഇതിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ ID ഈക്വൽ ടു ഹാഷ് ഇവിടെ ഇടേണ്ട ആവശ്യമില്ല, ഹാഷ് സെലക്ടറിൽ മാത്രം കൊടുത്താൽ മതി. കോൾ ചെയ്യുമ്പോൾ ഹാഷ് ഇടേണ്ട, മൈ ID. ഇതിന്റെ മീനിങ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കണം. ഹാഷ് മൈ ID എന്ന് പറയുന്ന ഒരു സെലക്ടർ ഉണ്ടെങ്കിൽ അതിൽ കൊടുത്തിരിക്കുന്ന സ്റ്റൈൽസ് എല്ലാം ഇവിടെ അപ്ലൈ ആവണം. അപ്പൊ നമുക്ക് റീലോഡ് ചെയ്ത് നോക്കാം ഇത് അപ്ലൈ ആയോ ഇല്ലയോ. ഓക്കെ, അപ്ലൈ ആയി. ഇങ്ങനെയാണ് നമ്മൾ ഇന്റേണൽ അല്ലെങ്കിൽ എംബഡഡ് സ്റ്റൈൽസ് കൊടുക്കുന്നത്. നമുക്കിപ്പോൾ സ്റ്റൈലിനെ കുറച്ചുകൂടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് എഴുതണമെന്നില്ല, എങ്ങനെ വേണമെങ്കിലും നമുക്ക് എഴുതാം. 1 by 1 ആയിട്ടൊക്കെ എഴുതാം. ഇങ്ങനെ മോഡിഫൈ ചെയ്ത് ഫസ്റ്റ് ലൈൻ, സെക്കൻഡ് ലൈൻ, ഓരോ സ്റ്റൈലും ഓരോ ലൈനിലും എഴുതാം. നമുക്ക് സിയിലൊക്കെ എഴുതുന്ന പോലെ തന്നെയാണ്. സെമിക്കോളം കാണുമ്പോഴത്തേക്ക് അത് നെക്സ്റ്റ് ലൈനായിട്ട് എടുത്തോളൂ, റെൻഡർ ചെയ്തോളൂ. അങ്ങനെ തന്നെ എഴുതണമെന്നില്ല, നമ്മൾ ഇഷ്ടാനുസരണം എഴുതാം. അപ്പൊ ഈ ഒരു സിന്റാക്സ് ഫോളോ ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പൊ ഇത് നമ്മളൊരു ID സെലക്ടർ യൂസ് ചെയ്തിട്ട് സ്റ്റൈൽ അപ്ലൈ ചെയ്തതാണ്. ഇനി ഞാൻ ഒരു ക്ലാസ് നെയിം ആണ് ഇവിടെ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഡോട്ട് മൈ CLS. അപ്പോൾ ഞാൻ മൈ CLS എന്ന് കൊടുത്തു. നമ്മൾ റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്റ്റൈല് അപ്ലൈ ആവരുത്. ഓക്കെ, സ്റ്റൈല് പോയി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ ക്ലാസ് എന്ന് പറയുന്നത് മൈ CLS എന്നുള്ള എലമെന്റ്സിലാണ് ഈ പ്രോപ്പർട്ടി അപ്ലൈ ആവേണ്ടത്. ഇപ്പൊ നമ്മൾ അതിന്റെ ക്ലാസ് നെയിം മൈ CLS എന്ന് കൊടുത്തു, പ്രോപ്പർട്ടീസ് ഒന്നും മാറ്റിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് അപ്ലൈ ആയി കിട്ടി. ഓക്കെ, ഇനി ഞാൻ ഇങ്ങനെ ഒരു h1 ഡോട്ട് മൈ CLS, അതിന്റെ മീനിങ് എന്താണ്, മൈ CLS എന്ന് പറയുന്ന ക്ലാസ് നെയിം ഉള്ള h1 എലമെന്റിന് മാത്രമേ ഈ സ്റ്റൈൽ അപ്ലൈ ആവാവൂ എന്നാണ് അതിന്റെ മീനിങ്. റീലോഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആകരുത് സ്റ്റൈൽ. ഓക്കെ ആണ്. അപ്പൊ ഇതിന് പി ടാഗിന് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, p ഡോട്ട് മൈ CLS കൊടുത്താൽ അപ്ലൈ ആവും. അപ്പൊ നമ്മൾ ഡോട്ട് മൈ CLS എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ക്ലാസ് നെയിം യൂസ് ചെയ്യുന്ന ഏത് ടാഗിനും അപ്ലൈ ആവും എന്നാണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇൻലൈൻ സ്റ്റൈൽസ് യൂസ് ചെയ്യുന്നത്. ഇൻലൈൻ അല്ല, ഇന്റേണൽ സ്റ്റൈൽസ് അല്ലെങ്കിൽ എംബഡഡ് സ്റ്റൈൽസ് അപ്ലൈ ചെയ്യുന്നു. ഇനി ലാസ്റ്റ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ സ്റ്റൈലാണ്. അപ്പൊ ആദ്യം നിങ്ങൾക്ക് മനസ്സിലാവും, നമുക്ക് ഒരു എക്സ്റ്റേണൽ ഒരു സെപ്പറേറ്റ് ഡോക്യുമെന്റ് തന്നെ ഉണ്ടായിരിക്കണം. അപ്പൊ ഞാൻ അതിനു വേണ്ടി ഒരു പുതിയൊരു ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്തു. അതിനെ ഞാൻ സേവ് ചെയ്യാൻ പോവാണ്. ഞാൻ അതിനെ മൈ സ്റ്റൈൽ ഡോട്ട് CSS എന്ന് കൊടുത്തു. ഇതിന്റെ പ്രോപ്പർട്ടി ഫയൽ ടൈപ്പ് CSS ആയിട്ട് സെറ്റ് ചെയ്തു, ഞാൻ സേവ് ചെയ്തു. ഇതിൽ വേറെ വ്യത്യാസമൊന്നും, നമ്മൾ ഇവിടെ എഴുതി സെലക്ടേഴ്സ് എല്ലാം കൊണ്ടുപോയി നമ്മൾ ആ എക്സ്റ്റേണൽ ഫയലിനകത്തോട്ട് പ്ലേസ് ചെയ്യാണ് വേണ്ടത്. ഇപ്പൊ എൻ്റെ ആ ടെസ്റ്റ് ഡോട്ട് HTML എന്ന് പറയുന്ന ഫയലും HTML ഫയലും ഇപ്പൊ ഇതിന്റെ ആവശ്യമില്ല, ഇത് നമ്മൾ ഇന്റേണൽ സ്റ്റൈൽസിന് വേണ്ടി യൂസ് ചെയ്തതാണ്. അത് ഞാൻ റീപ്ലേസ് ചെയ്തു. മൈ സ്റ്റൈൽ ഡോട്ട് CSSനകത്ത് ഞാൻ ആ സ്റ്റൈൽ കൊണ്ടുപോയി ഇട്ടു. വേറെ വ്യത്യാസമൊന്നുമില്ല, വേറൊരു ഫയലില് നമ്മൾ പ്രോപ്പർട്ടീസ് കൊടുക്കുന്നു എന്നുള്ള മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇന്റേണൽ സ്റ്റൈൽസ് മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ സ്റ്റൈൽസ് എല്ലാം പോയി. ഇതിപ്പോ ഒരു സെപ്പറേറ്റ് ഫയലിലാണ് ഇരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ടെസ്റ്റ് ഡോട്ട് HTML മൈ സ്റ്റൈൽ ഡോട്ട് CSSഉം ഇപ്പൊ ഒരേ ഫോൾഡറിലാണ് ഞാൻ പ്ലേസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, സ്റ്റൈല് ടെസ്റ്റ് ഡോട്ട് HTML ഇവിടെ ഉണ്ട്, മൈ സ്റ്റൈൽ ഡോട്ട് CSS ഒരേ ഫോൾഡറിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ഫയലിനെ നമ്മുടെ ഹാഷ് ഇൻക്ലൂഡ് ഒക്കെ പോലെ നമ്മൾ സിയിൽ എഴുതുന്ന പോലെ നമ്മുടെ
ഈ പേജിനകത്തോട്ട് നമ്മൾ കൊണ്ടുവരണം. അതിനുവേണ്ടി നമ്മൾ ഹെഡിനകത്ത് നമ്മൾ നോർമലി എഴുതുന്നത്, ഹെഡിലാണ് നോർമലി എഴുതേണ്ടത്, എവിടെ വേണമെങ്കിലും എഴുതാം, പക്ഷേ ഹെഡിൽ എഴുതുന്നതാണ് സ്റ്റാൻഡേർഡ്. ഇവിടെ നമ്മൾ ലിങ്ക് എന്ന് പറയുന്ന ഒരു ടാഗ് യൂസ് ചെയ്യുക. ലിങ്ക്, അതിൽ href, ആങ്കർ ടാഗിന് പോലെയുള്ളതാണ്. href എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പാത്താണ് പറയേണ്ടത്. നമ്മുടെ സെയിം ഫോൾഡറിലായതുകൊണ്ട് ഫയൽ നെയിം മാത്രം കൊടുത്താൽ mystyle.css സോറി. എന്നിട്ട് അതിന്റെ ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് ബാർ CSS കൊടുക്കുക. അത് നമ്മൾ ഇന്റേണൽ സ്റ്റൈൽസ് എഴുതിയപ്പോഴും കൊടുത്തായിരുന്നു. അപ്പോൾ ഇതിന്റെ മീനിങ് എന്താണ്? mystyle.css-നെ എന്റെ HTML ഫയലുമായിട്ട് ലിങ്ക് ചെയ്യിക്കുക എന്നുള്ളതാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ ലിങ്ക് ചെയ്തു, ഞാൻ റീലോഡ് ചെയ്തു, മാറ്റമൊന്നും സംഭവിച്ചില്ല. ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇതിനകത്ത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന സ്റ്റൈൽ myCLS എന്ന് പറയുന്ന ഒരു ക്ലാസ് ആണ്. അപ്പൊ അത് നമ്മൾ ഏതെങ്കിലും എലമെന്റിന് അപ്ലൈ ചെയ്താൽ മാത്രമേ ആ സ്റ്റൈൽ അപ്ലൈ ആവുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ക്ലാസ് ഈക്വൽ ടു myCLS. Sorry. Relation equal to style sheet. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി, 3 പ്രോപ്പർട്ടീസ് നമ്മൾ കൊടുക്കണം. ഒന്ന് href, അത് നമ്മുടെ CSS എക്സ്റ്റേണൽ CSS ഫയലിന്റെ പാത്താണ്. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബാർ CSS എന്ന് കൊടുക്കുക. റിലേഷൻ സ്റ്റൈൽ ഷീറ്റ്, അതിൽ REL എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുക. നമ്മളൊരു ഫോൾഡറിനുള്ളിലാണ്, ഇപ്പൊ അതിനകത്ത് വേറൊരു ഫോൾഡറിനുള്ളിലാണ്, ABC എന്ന് പറയുന്ന ഫോൾഡറിനുള്ളിലാണെങ്കിൽ നിങ്ങൾ എങ്ങനെ കൊടുക്കും? ABC സ്ലാഷ്. ABCക്കകത്ത് D എന്ന് പറയുന്ന ഒരു ഫോൾഡറിനകത്താണെങ്കിൽ D സ്ലാഷ്. ഇങ്ങനെയാണ് ഫയലിന്റെ പാത്ത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ. അപ്പൊ നമ്മൾ 3 സ്റ്റൈൽസും കഴിഞ്ഞു. അപ്ലൈ ചെയ്യുന്നത്, നമ്മൾ ആദ്യം സെലക്ടേഴ്സ് വെച്ചിട്ട് നമ്മൾ സ്റ്റൈൽസ് എഴുതാൻ പഠിച്ചു. പിന്നെ ഈ സ്റ്റൈൽസ് അപ്ലൈ ചെയ്യുന്നതിന് 3 രീതികളുണ്ട്. ഇൻലൈൻ സ്റ്റൈൽസ്, ഇന്റേണൽ, എക്സ്റ്റേണൽ. ഇൻലൈനിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് എലമെന്റിന്റെ കൂടെ തന്നെ സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യുക. ഇന്റേണലിനകത്ത് നമ്മൾ ഹെഡിനകത്ത് സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ടാഗ് എഴുതി അതിനുള്ളിൽ സെലക്ടേഴ്സ് എഴുതും. അത് ഒരു സിംഗിൾ ഡോക്യുമെന്റിൽ മാത്രമാണ് അപ്ലൈ ചെയ്യുന്നത്. എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റിനകത്ത് നമ്മൾ ഒരു സെപ്പറേറ്റ് CSS ഫയൽ യൂസ് ചെയ്യും. ആ ഫയലിനകത്ത് നമ്മൾ സെലക്ടേഴ്സ് എഴുതുന്നു. ആ ഫയലിന് നമ്മുടെ ഡോക്യുമെന്റ് എവിടെയൊക്കെ ആവശ്യമുണ്ട് ആ ഫയലിനകത്തോട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു. ഇമ്പോർട്ട് ചെയ്തിട്ട് ആവശ്യമുള്ള ഫയൽസ്. അപ്പോൾ ഈ ഒരു ലൈൻ നമുക്ക് ഏത് ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് 10 പേജ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ 10 പേജിന്റെ ഹെഡിൽ ആവശ്യമുള്ള സ്റ്റൈൽ, ആവശ്യമുള്ള ഡോക്യുമെന്റ്സ്, HTML ഡോക്യുമെന്റ്സ് എല്ലാം ഈ ഒരു ലൈൻ ലിങ്ക് ചെയ്യുക. ലിങ്ക് ചെയ്താൽ മാത്രമേ ഇത് കിട്ടത്തുള്ളൂ. ലിങ്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ സ്റ്റൈൽ കിട്ടത്തില്ല, കാരണം അതൊരു സെപ്പറേറ്റ് ഫയലിലാണ്. ഓക്കെ.